ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ബേസിൽ ജോസഫ് നായകനായിട്ട് വരുന്ന മരണമാസ് എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളാണ്. ആദ്യ അവസാനം നർമ്മത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ചിത്രമായിരിക്കും മരണമാസ് എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ ഈ ചിത്രത്തിന്റെ പ്രൊമോ വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്, നമുക്കൊന്ന് കാണാം. ഓക്കെ. റവീന തോമസ് പ്രൊഡക്ഷൻസ്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിൽ സീരിയൽ കൊലപാതകങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ 2 പേരാണ് കൊല്ലപ്പെട്ടത്. അതായത് ഒരു വർഷത്തിനുള്ളിൽ 52 പേരും 10 വർഷം കൊണ്ട് 520 പേര്. ചക്രവാളത്തിലെ ജീവഗണങ്ങളുടെ ആദിതാളത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ തലയ്ക്ക് ചുറ്റികടിച്ചു കൊല്ലുന്ന മരണതാളത്തിന്റെ മിടുപ്പിലേക്ക് ആമാശയത്തിലേക്ക് എത്താൻ കൊതിക്കുന്ന നൊമ്പര പൂവൻ പഴങ്ങളുടെ കരച്ചിലിന് സാക്ഷ്യമാക്കിയ ജീവന്റെ വെളിച്ചം കൂടി കൂടുവിട്ടിറങ്ങിയിരിക്കുന്നു. Nothing good ever comes of violence. പണ്ട് സ്കൂളിലെ കുട്ടികൾക്ക് ടീച്ചേഴ്സ് ബേസിൽ ജോസഫിന്റെ ലുക്ക് മൊത്തത്തിൽ മാറി. സ്കൂൾ അങ്ങനെ ഒരു 2 ആഴ്ച കട്ടൻ കുട്ടൻ കുട്ടികൾക്ക് പള്ളിക്കുന്ന് ലോക്കൽ ചാനൽ മരണമാസ്. ഡയറക്റ്റഡ് ബൈ ശിവപ്രസാദ്. അപ്പോ സ്റ്റാഫ് റൂം മൊത്തത്തില് പൊളിച്ച് കളഞ്ഞ പുള്ളിക്കാരനാണ് വരുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ചിരിയുടെ പരിമഴ തന്നെ ആയിരിക്കും തിയേറ്ററുകളിൽ ഈ ചിത്രം റിലീസ് ആകുമ്പോൾ എന്നാണ് തോന്നുന്നത്. തൊടുന്നതെല്ലാം പൊന്നാക്കിക്കൊണ്ടാണ് ബേസിൽ ജോസഫ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് നവാഗതനായിട്ടുള്ള ശിവപ്രസാദ് ആണ്. രാജേഷ് മാധവൻ, പുളിയനം പൗലോസ്, ബാബു ആന്റണി, സുരേഷ് കൃഷ്ണ, അനിഷ്മ അനിൽകുമാർ തുടങ്ങിയവരൊക്കെയാണ് ഇതിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത്. അപ്പോൾ വിഷു റിലീസായിട്ട് എത്തുന്ന ഈ ചിത്രം മലയാളികൾക്ക് ഒരു വിഷു കൈനീട്ടം തന്നെ ആയിരിക്കും എന്നാണ് പ്രൊമോ വീഡിയോ ഒക്കെ കാണുമ്പോൾ തോന്നുന്നത്. എന്തായിരുന്നാലും നർമ്മത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു ചിത്രമായിരിക്കും ഇതെന്ന് വിശ്വസിക്കാം. ഓക്കെ, എന്തായിരുന്നാലും ഈ ചിത്രത്തിന്റെ മറ്റു വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.